ഞാൻ ഒരാളുടെ പേരിൽ കേസ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിനു മുമ്പ് നിങ്ങളോടൊന്ന് സംസാരിക്കണം, നിങ്ങളുടെ ഒരു സഹായവും എനിക്ക് ആവശ്യമുണ്ട്. ഞാനിപ്പോൾ വീഡിയോയിൽ പറയാൻ പോകുന്നൊരു ടോപ്പിക്ക്, അതായത് ഒരു സോഷ്യൽ മീഡിയ കോണ്ടൻറ് ക്രിയേറ്ററിനെ കുറിച്ചാണ്. അവർക്ക് സോഷ്യൽ മീഡിയയിൽ വലിയ ഫോളോവേഴ്സും ടിക്ടോക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ കുറച്ചധികം ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരുടെ മെയിൻ വീഡിയോകളുടെയൊക്കെ പ്രധാനപ്പെട്ട ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ, മിക്കവാറും വീഡിയോകളുടെയൊക്കെ ടോപ്പിക്ക് അവർ ഡിഫറെൻറ്റ് നാഷണാലിറ്റികളുടെ പല രാജ്യങ്ങളിൽ നിന്ന് പല ഭാഷകളിലുള്ള ബാഡ് വേർഡ്സുകൾ പഠിച്ചിട്ട് അല്ലെങ്കിൽ ആരൊക്കെയോ പഠിപ്പിച്ച് കൊടുത്തിട്ട് അത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്ന പല വീഡിയോകളും മലയാളത്തിൽ തന്നെ അങ്ങനെ ഒരുപാട് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 എന്നൊക്കെ പറഞ്ഞിട്ട് പല വീഡിയോകളും അവർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു കാര്യം പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആരാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. മിക്കവാറും ആളുകളൊക്കെ ഈ വീഡിയോ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലും ടിക്ടോക്കിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. മാത്രമല്ല ഇവർക്ക് ഈ പ്രത്യേകിച്ചും ഇവർ ഏഷ്യൻ രാജ്യക്കാരൊക്കെ അവരുടെയൊക്കെ ചില ഭാവങ്ങൾ, ചില പെരുമാറ്റ രീതികളൊക്കെ കാണിച്ചിട്ട് ഒരു മിമിക്രി, അതല്ലെങ്കിൽ എന്താ പറയുക, ഒരു മോണോ ആക്ട് പോലെയുള്ള രീതിയിലൊക്കെ ഒരു കാണിച്ചിട്ട് ആക്ഷേപിക്കുന്ന രീതിയിലോ അതല്ലെങ്കിൽ ഒരു എൻ്റർടൈൻമെൻറ്റ് രീതിയിലൊക്കെ പല ആളുകൾക്കും അതൊരു ആക്ഷേപിക്കുന്ന രീതിയിലായിട്ട് തോന്നാം. ഞാനൊക്കെ ഇവരുടെ വീഡിയോകൾ പലതവണ കണ്ടിട്ടുണ്ട്, പലതവണ ഞാൻ കേട്ടിട്ടുമുണ്ട്. നമുക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇവരുടെ വീഡിയോകൾ. ഈ ബേഡ് വേർഡ്സുകളൊക്കെ നമ്മൾ മലയാളത്തിലും അങ്ങനെ പല വീഡിയോകളും ചെയ്തിട്ട് ആരൊക്കെയോ മലയാളത്തിലുള്ള ബേഡ് വേർഡ്സുകളൊക്കെ ആരൊക്കെയോ പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഒരു കേസ് ഫയൽ ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനു മുമ്പ് ഈ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കൂടി അറിയണം, നിങ്ങളുടെ ഒരു സഹായം എനിക്ക് ആവശ്യമുണ്ട്. അതിനാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് ആളെക്കുറിച്ച് മനസ്സിലായിട്ടുണ്ടാകും. ഇവരുടെ ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ ഇവരുടെ പേരോ കാര്യങ്ങളോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പരസ്യപ്പെടുത്താൻ നമുക്ക് നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ്. നിങ്ങൾക്കത് ഞാൻ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അവരെക്കുറിച്ച് ബോധ്യമായിട്ടുണ്ടാകും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. അപ്പോൾ ഞാനത് പലതവണ കാണുമ്പോഴൊക്കെ ഇടയ്ക്കിങ്ങനെ മനസ്സിൽ വിചാരിക്കും, ഇതിനൊന്ന് എന്തെങ്കിലും ഇവരെ അറിയിക്കുകയോ. പലതവണ ഞാൻ ഇവർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇവർ അതിനൊരു റെസ്പോണ്ട് ഒന്നും ചെയ്തില്ല. അപ്പം ഇങ്ങനെ കേസ് കൊടുക്കണം അല്ലെങ്കിൽ ഒരു കേസ് ഫയൽ ചെയ്യണമെന്ന് പലതവണ വിചാരിച്ചു. പിന്നീട് ഞാൻ ഉപേക്ഷിക്കും. വീണ്ടും ഇവർ പല നാഷണാലിറ്റികളും, മലയാളം എന്നല്ല ഇന്ത്യൻ ലാംഗ്വേജിലുള്ള പല വിദേശ എന്താ പറയുക, ഇപ്പോൾ ഫിലിപ്പൈൻസ് ആണെങ്കിലും മറ്റു രാജ്യങ്ങളിലൊക്കെ അവരുടെയൊക്കെ ഭാഷകളിലുള്ള പച്ചത്തറികൾ എന്ന് പറയാം, ബേഡ് വേർഡ്സുകളൊക്കെ പഠിച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്ന ഒരു രീതി. അതുപോലെ തന്നെ പല വീഡിയോകളും നമുക്കൊരു അരോചകമായിട്ടാണ് നമുക്ക് തോന്നാറുള്ളത്. എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ, നമുക്കറിയാമല്ലോ ഖത്തർ നമ്മുടെ ഇന്ത്യ രാജ്യമാണെങ്കിൽ നമുക്കതിനെക്കുറിച്ച് മിണ്ടിയിട്ട് യാതൊരു കാര്യമില്ല. നമുക്കൊരു ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉണ്ട് നമ്മുടെ രാജ്യത്ത്, ഇതൊക്കെ അതിൽ ഉൾപ്പെടും. പക്ഷേ ഈ ഖത്തറിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഇവിടെ ഇവർ കാത്തു സൂക്ഷിക്കുന്ന ഒരു സംസ്കാരമുണ്ട്. അത് നമ്മൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, ഈ ഗവൺമെൻറ് പറയുന്ന രീതിയിൽ നമ്മൾ തീർച്ചയായിട്ടും അത് കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. അതേത് രൂപത്തിലാണെങ്കിലും, സോഷ്യൽ മീഡിയയിലൂടെ ആണെങ്കിലും, മറ്റുള്ളവരോട് പെരുമാറുന്ന രീതിയിലാണെങ്കിലും ഒക്കെ, ഏത് രീതിയിലും നമ്മൾ ഈ രാജ്യം അനുവർത്തിക്കുന്ന ഒരു കൾച്ചറുണ്ട്, അത് നമ്മൾ നിലനിർത്തണം. പുറമേ നിന്നുള്ള ഇത്തരം അരോചകരമായിട്ടുള്ള ഒരു സംസ്കാര രീതികളൊന്നും കൊണ്ടുവരാൻ ഈ ഗവൺമെൻറ് അനുവദിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവരോട് അറിയിക്കാൻ വേണ്ടിയിട്ട് പലതവണ ഇവർക്ക് മെസ്സേജ് അയച്ചിട്ട് റെസ്പോണ്ട് ഉണ്ടായില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അവസാനമായിട്ട് ഇങ്ങനൊരു തീരുമാനമെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ സഹായം ഏത് രീതിയിലാണ് എനിക്ക് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ, ഈ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ആർക്കെങ്കിലും വ്യക്തിപരമായിട്ട് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇവരോടൊപ്പം ജോലി ചെയ്യുന്ന ആളുകളോ അല്ലെങ്കിൽ ഇവർക്ക് മെസ്സേജ് അയച്ചിട്ടോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇവരോട് ഈ ഒരു കാര്യത്തെക്കുറിച്ചത് ഉണർത്തിക്കുക. അപ്പോൾ ഇത് നിർത്തുകയോ അതല്ലെങ്കിൽ മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോകളൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയുകയോ അതല്ലെങ്കിൽ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് അവർ ഇത് ആവർത്തിക്കാതിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഇതിനെ സ്റ്റോപ്പ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന രീതിയിൽ, നമ്മൾക്കുണ്ടാവുന്ന രീതിയിൽ നമ്മൾ ഏതറ്റം വരെയും ഈ ഒരു കാര്യത്തിന് വേണ്ടി പോകും. എൻ്റെ ഒരു ഒറ്റക്കുള്ളൊരു തീരുമാനമല്ല കേട്ടോ. മിക്കവാറും ആളുകൾ നമുക്കൊരു മെസ്സേജ് അയച്ചിട്ട് ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കാരണം അതായത് എന്താ പറയുക, ഇവരുടെ വീഡിയോകളൊക്കെ ഉണ്ട്, ഫാമിലി ആയിട്ട് ഇരുന്നിട്ട്, കുടുംബങ്ങൾക്ക് ഇരുന്നിട്ട് കാണാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് അരോചകമുണ്ട്. നമുക്ക് ഒറ്റക്കൊക്കെ ഇരുന്നിട്ട്, കൂട്ടുകാരൊക്കെ ഇരുന്നിട്ട് വേണമെങ്കിൽ ഒരു രസത്തിനൊക്കെ ഇരുന്ന് കാണാം. പക്ഷെ അതൊരു അരോചകമായി തോന്നാറുണ്ട്, പല ബുദ്ധിമുട്ടും അനുഭവപ്പെടാറ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു കാര്യത്തിന് വേണ്ടി മുതിരുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു അഭിപ്രായം കൂടി എനിക്കറിയണം. നമുക്കിത് ചെയ്യേണ്ടതുണ്ടോ, അതല്ലെങ്കിൽ എന്താ പറയുക, ഞാൻ മാത്രമല്ല ഇവരിലേക്ക് ഈ ഒരു സന്ദേശം എത്തിക്കുകയും കൂടി ചെയ്യണം. നമുക്ക് അവരോട് യാതൊരു വിരോധവും ഇല്ല കേട്ടോ.
നമുക്ക് വ്യക്തിപരമായിട്ട് അവരോട് യാതൊരു വിരോധമില്ല. ഇങ്ങനെ വീഡിയോകൾ ഇങ്ങനെ പലതവണ കാണുമ്പോൾ തോന്നുന്ന ഒരു കാര്യം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇത് നമ്മളൊരു കേസ് ഫയൽ ചെയ്യുന്ന രൂപത്തിലുള്ള അവരുടെ ഇതിനുള്ള എല്ലാ കാര്യങ്ങളും റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി എഴുതി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായം അറിയണം, നിങ്ങളിലൂടെ അവരിലേക്ക് ഈ ഒരു സന്ദേശം എത്തിക്കുക കൂടി ചെയ്യണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അറിയുന്ന ആളുകൾ അവരെ ഒന്ന് പറയുക, അവരിലേക്ക് എത്തിക്കുക. നമുക്ക് അവരോട് പറയുക, നമുക്ക് ഇവരോട് യാതൊരു വ്യക്തിപരമായിട്ടുള്ള യാതൊരു വിരോധവും ഇല്ല എന്നുകൂടി അറിയിക്കുക. ഓക്കെ, താങ്ക് യു.